ഉണ്ണി ആവേശത്തോടെ ഈ കുരുമുളക് ചെടിയുടെ ഇലയിൽ ചുണ്ണാമ്പ് വാരിത്തേച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം അമ്മ ഒന്ന് അടിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റു. എന്നോടല്ലേ പറഞ്ഞത് ഇട്ടിട്ട് പോകാനെന്ന് പറഞ്ഞപ്പോൾ കൊച്ചു ഉണ്ണുണ്ണി വന്ന ദേഷ്യത്തിൽ ആ 100 തിങ്ങിയ ഇല ശക്തിയോടെ വലിച്ചെറിഞ്ഞു. അത് തൊട്ടടുത്ത് ചെന്ന ഭിത്തിയിൽ ഇടിച്ചിട്ട് ആ ചുണ്ണാമ്പ് മുഴുവൻ കണ്ണിലേക്ക് വന്നങ്ങ് പരന്നു. നിങ്ങൾക്കറിയാം, കണ്ണിൽ ചുണ്ണാമ്പ് വീണാൽ അന്നത്തെ ഒറ്റമൂലി ചികിത്സ എന്ന് പറയുന്നത്, ആശുപത്രിയൊന്നും വന്ന് നാടുകളിലില്ലല്ലോ, രക്തം വീഴിക്കണം, രക്തം കൊണ്ട് കഴുകണം കണ്ണ്, എന്നാൽ രക്ഷപ്പെടാം. സാധാരണക്കാർ അങ്ങനെ കണ്ണിൽ ചുണ്ണാമ്പ് വീണാൽ കോഴിയെ കൊന്ന് അതിന്റെ രക്തം ചിന്തുകയാണ് പതിവ്. എന്നാൽ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ആ മാതാവ് എന്ത് ചെയ്തെന്നറിയാമോ? അങ്ങനെ വന്നാൽ കോഴിയെ പിടിച്ച് അതിന്റെ രക്തം ചിന്തിക്കഴിയുമ്പോൾ കുഞ്ഞിന്റെ കണ്ണുടഞ്ഞു പോയേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? നിലത്തേക്ക് കരം വെച്ചിട്ട് മൂർച്ചയുള്ള കത്തി കൊണ്ട് കൈവെട്ടി മുറിച്ചിട്ട് ആ രക്തം ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് ഒഴിച്ചു. അദ്ദേഹം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മ മരണമടയുന്നത് വരെ കയ്യിലെ ആ മുറിപ്പാടുകൾ മാറിയിട്ടില്ല. അത് കാണുമ്പോഴെല്ലാം എൻ്റെ അമ്മയുടെ സ്നേഹം ഞാൻ നോക്കും. കുഞ്ഞെ, ഒരമ്മയുടെ സ്നേഹം ഇതാണെന്ന്. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞിട്ട് പറയുക, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. നിന്നെ ഓർത്ത് സ്വർഗത്തിലെ തന്റെ പൊന്നോമന കുമാരനെ ഈ ഭൂമിയിലേക്ക് അവൻ അയച്ചു. അവനെ മരണത്തിനേൽപ്പിച്ചെങ്കിൽ അതിനേക്കാൾ വലിയ സ്നേഹം എവിടെ ഉള്ളത്?